ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ വിഭവങ്ങളിലൊന്നായ പയറ്റുമത്തി റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയും കഴിക്കാൻ സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയുമാണ്. ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കാറ് മെയിൻ ഡിഷായിട്ടാണ്, എന്നാൽ നമുക്കിത് സൈഡ് ഡിഷായും ഉപയോഗിക്കാം. ഇത് നമുക്ക് രണ്ട് ടൈപ്പിൽ റെഡിയാക്കിയെടുക്കാം, തേങ്ങ ചേർത്തും ചേർക്കാതെയും. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ രണ്ട് ടൈപ്പിൽ റെഡിയാക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് 1 കിലോ കുഞ്ഞൻ-ചാളയാണ്. നാട്ടിലൊക്കെ നമുക്ക് മഴക്കാലത്ത് നല്ല കുഞ്ഞു ചാള കിട്ടാറുണ്ട്. അതാണ് ഈ റെസിപ്പിക്ക് കൂടുതലും ഉപയോഗിക്കാറ്. ദുബായിൽ ചെറിയ ചാളയായി കിട്ടുന്നത് ഈ അളവിലുള്ള ചാളയാണ്. ഇത് വെച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കാറ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് ഉണക്കപ്പയറാണ്. നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ബ്രൗൺ കളറിലുള്ള ചെറിയ ഇനം പയറാണ് ഇതിന് കൂടുതൽ നല്ലത്. എനിക്കിവിടെ കിട്ടുന്നത് ഈ ടൈപ്പിലുള്ള പയറാണ്. ഇതാണ് ഞാൻ ഇതിനു വേണ്ടി 1 കപ്പ് എടുക്കുന്നത്. ഇത് വേവിച്ചെടുക്കുന്ന ടൈമിൽ കുതിർത്തിയെടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്കിത് കുതിർത്താതെയും വേവിച്ചെടുക്കാം. 1 കപ്പ് പയറിലേക്ക് 1.25 കപ്പ് വെള്ളം ഞാൻ ഈ ടൈമിൽ ചേർത്തു. ഈ പയർ നമ്മൾ കുതിർത്തെടുത്തിട്ടില്ല. കുതിർത്തെടുക്കാത്തതുകൊണ്ട് ഇത് 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. 4 വിസിൽ വന്ന് ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു. നമ്മുടെ പയറിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം. ഞാൻ പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ടേസ്റ്റിന് ആവശ്യത്തിനുള്ള 1 സ്പൂണ് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഞാനിതിൽ കുടംപുളി ചേർത്തുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്. പുളിവെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടതില്ല. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഫിഷ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളക് മുറിച്ചെടുത്തതും അല്പം കറിവേപ്പിലയും ചേർക്കണം. ഈ ടൈമിൽ ഇതിൽ ഉപ്പും പുളിയും കുറവുണ്ടെങ്കിൽ അതും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ നിങ്ങളിത് ഇളക്കിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോവാത്ത വിധം ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ചെറിയ തീയിൽ 1 മിനിറ്റ് അടച്ചു വെക്കണം. ഈ ടൈം കൊണ്ട് നമ്മളിതിൽ ചേർത്ത പച്ചമുളകിൻ്റെ സ്മെല്ലെല്ലാം ഇതിലേക്ക് ചേർന്ന് കിട്ടും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിലല്പം ലിക്വിഡ് ബാലൻസ് ഉണ്ടെങ്കിലും നമുക്കിനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർക്കുമ്പോഴേക്കും ആ ലിക്വിഡും റെഡിയായി കിട്ടും. ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരകിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളിയും 1/2 ഉണ്ട വെള്ളുള്ളിയും എടുത്ത് ഇതൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം. ഇനി വേണ്ടത് അല്പം കറിവേപ്പിലയും 4 പച്ചമുളക് മുറിച്ചെടുത്തതും. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം. ഇപ്പം ഇതിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസുകളും റെഡിയാക്കിയെടുത്തു. ഇതിൽ നമ്മൾ ഉണക്കമുളക് മാത്രമേ ചതച്ചത് എടുക്കുന്നുള്ളൂ. തേങ്ങയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൊന്നും നമ്മൾ ചതച്ചെടുക്കരുത്. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അത് ചൂടായി വന്നതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് ഇത് ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇത് ഗോൾഡൻ നിറത്തിൽ റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കി ഇൻഗ്രീഡിയൻസുകളെല്ലാം ചേർത്ത് 2 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് വഴറ്റിയെടുത്തു. തേങ്ങയുടെ കളറും നമുക്ക് ചെറുതായി ചേഞ്ചായി കിട്ടി.
ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മീനിൻ്റെ കൂട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഒരു വാഴയില വാട്ടിയെടുത്തതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ മിക്സ് ചേർത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് പൊതിഞ്ഞെടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് 3 മിനിറ്റ് നമുക്കിത് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ പയറ്റുമത്തി റെസിപ്പി ഇവിടെ റെഡിയായി. ഇത് നമ്മൾ കൂടുതലും മെയിൻ ഡിഷായിട്ട് ഉപയോഗിക്കുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും നമുക്കിത് സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം നമ്മളിത് കഴിച്ചു നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് തേങ്ങയില്ലാതെ റെഡിയാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. തേങ്ങയില്ലാതെ നമ്മൾ റെഡിയാക്കുമ്പോഴും താളിച്ചെടുക്കുന്ന ടൈമിലാണ് വ്യത്യാസം വരുത്തുന്നത്. നമ്മൾ നേരത്തെ എടുത്ത പോലെ ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും എടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്തു. ഇനി ഇത് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള 1 സ്പൂണ് മുളക് പൊടിയും ചേർത്തു. ഇത് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഈ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഉണക്കമുളക് ചതച്ചെടുത്തും ചേർക്കാം. നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഇത് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഉടയാത്ത വിധം നന്നായി മിക്സ് ചെയ്തെടുത്ത് 1 മിനിറ്റ് അടച്ചു വെക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ തേങ്ങ ചേർക്കാത്ത പയറ്റുമത്തിയും റെഡിയായി. ഇത് നമുക്ക് സൈഡ് ഡിഷായി ഉപയോഗിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയും സ്പെഷ്യൽ ടേസ്റ്റിലുള്ള റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം എപ്പോഴും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.